മെഡിസിൻ സയൻസ് ഫ്രോണ്ടിയേഴ്സ് അതിർത്തികൾക്കപ്പുറം ഡോക്ടർമാർ എന്നത് 44 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1971 ഡിസംബറിൽ ഫ്രാൻസിൽ ആരംഭിച്ച ഒരു അന്താരാഷ്ട്ര മാനുഷിക കാരുണ്യ സംഘടനയാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യരംഗത്തെ പ്രവർത്തകർ എന്നിവരടങ്ങുന്ന 30,000-ലേറെ പേർ ഇതിൽ അംഗങ്ങളാണ്. മെഡിസിൻ സയൻസ് ഫ്രോണ്ടിയേഴ്സിൻ്റെ ഇറാഖ് മിഷൻ മേധാവിയാണ് ഫാബിയോ ഫോർജിയോൺ. അദ്ദേഹം ദുബായിലെത്തിയപ്പോൾ അമൃത ന്യൂസുമായി ഏറെ നേരം സംസാരിച്ചു. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇത്. രാജ്യത്തിൻ്റെയും ഭാഷയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒന്നും അതിരുകളില്ലാതെ ലോകത്തെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകർക്കും തങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്താൻ ഒരു സംഘടന. അതാണ് മെഡിസിൻ സയൻസ് ഫ്രോണ്ടിയേഴ്സ് അഥവാ ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ്. ലോകത്ത് എവിടെ ജനങ്ങൾ വേണ്ടത്ര ചികിത്സ ലഭിക്കാതെ കഷ്ടപ്പെടുന്നുവോ അവിടെ ഈ സംഘടനയുടെ പ്രവർത്തകരെത്തുന്നു. അവർക്ക് വൈദ്യസഹായം നൽകുന്നു. ആരോഗ്യരംഗത്ത് ഇന്ന് ഇറാഖിന്റെ അവസ്ഥ പരിതാപകരമാണ്. യുദ്ധം ആ രാജ്യത്തെ സാമ്പത്തികമായി തകർത്തു കളഞ്ഞു. ആശുപത്രികൾ പലതും ബോംബാക്രമണത്തിൽ തകർന്നു. യുദ്ധത്തിൽ ആരോഗ്യരംഗത്തെ നിരവധി പേർ മരിച്ചു, പലർക്കും പരിക്കേറ്റു. യുദ്ധം അവസാനിച്ചു. പക്ഷെ ഇപ്പോഴും ഇറാഖിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഒരു കാലത്ത് സമ്പന്നമായിരുന്ന ആ രാജ്യത്തിന്റെ അവസ്ഥ ഇന്ന് ഏറെ പരിതാപകരമാണ്. കടുത്ത ദാരിദ്ര്യം, പരിക്കേറ്റവർക്കും അസുഖങ്ങളുള്ളവർക്കും വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നില്ല, വേണ്ടത്ര മരുന്നുകളില്ല, ഡോക്ടർമാരില്ല. ഈ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുകയാണ് അന്താരാഷ്ട്ര മാനുഷിക വൈദ്യസഹായ സംഘടനയായ മെഡിസിൻ സയൻസ് ഫ്രോണ്ടിയേഴ്സിന്റെ ഇറാഖ് മിഷൻ മേധാവി ഫാബിയോ ഫോർജിയോൺ. Today, the situation in Iraq, particularly the humanitarian situation, is extremely concerning. More than 3 million Iraqis have fled their houses since 2014, since when the current crisis started. And overall, more than 8 million of Iraqis are in need of humanitarian assistance. Today, we are witnessing a situation where military operations are continuing. ഇറാഖിലെ ഫലൂജയിൽ ഇപ്പോഴും IS-ഉം സർക്കാർ സേനയും തമ്മിലുള്ള രൂക്ഷമായ പോരാട്ടം തുടരുകയാണ്. അവിടെ ഇപ്പോഴും 50,000-ലേറെ സാധാരണക്കാരായ ജനങ്ങൾ കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് ഫാബിയോ ഫോർജിയോൺ പറയുന്നത്. Today, the city of Fallujah in the western province of Anbar is under siege, with more than 50,000 people being trapped inside the city, and therefore there is huge needs for humanitarian assistance to be provided. And as MSF, we've been providing humanitarian assistance since the very beginning of the crisis. ഇറാഖിൽ മുഴുവനും ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നത്. സാധാരണ ജനങ്ങളുടെ അവസ്ഥ ഏറെ ദയനീയമാണ്. ഇവിടെ അടിയന്തര വൈദ്യസഹായം എത്തിക്കുന്നതിന് പോലും തങ്ങൾക്ക് ഏറെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെന്ന് ഫാബിയോ ഫോർജിയോൺ അറിയിച്ചു. Security is the main challenge. We are trying to address the medical needs of the populations, the displaced population living very close to front lines in very isolated areas, where of course the level of militarization is extremely high. And therefore we do go through daily security checks. We try to have a thorough network and dialogue with all the different armed groups present on the ground to make sure that the access that our teams can have to the populations can be possible. And in this regards, of course, we always try to pass messages regarding the impartiality, the neutrality of MSF. Our aims is basically to provide medical services to whoever is need, without regardless of the political affiliation, the social background, and the religious creed that the people can have. But definitely, we are taking risks in reaching some areas, particularly when they are very close to the front lines. But this is where we do see the main added value for MSF to intervene. ഇറാഖിൽ അടുത്ത കാലത്തൊന്നും സമാധാനപരമായ ഒരു ജീവിതം സാധ്യമാകുമെന്ന് താൻ കരുതുന്നില്ലെന്നാണ് ഫാബിയോ ഫോർജിയോൺ അഭിപ്രായപ്പെട്ടത്. For the time being, it's very difficult to see any political solution. This is a conflict which is expected to last for long, and it will be very difficult also because of the political fragmentation we have in Iraq to basically to have pacification and reconciliation of the communities. Therefore, we do believe that most probably that ഇറാഖിലെ 11 പ്രവിശ്യകളിലെ
80,000-ലേറെ ആളുകൾക്കാണ് MSF അഥവാ മെഡിസിൻ സയൻസ് ഫ്രോണ്ടിയേഴ്സ് വൈദ്യസഹായം നൽകുന്നത്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ വിവരണാതീതമായ വിധത്തിൽ ദയനീയമാണെന്ന് ഫാബിയോ ഫോർജിയോൺ പറയുന്നു. Medical teams deployed in several parts of the countries, in 11 provinces of Iraq, providing basic health care, mental health support, as well as emergency response, in order to try at least to make sure that the most vulnerable, those most neglected by the current crisis, are able to be served and to receive adequate medical treatment. ഇറാഖിലെ ജനങ്ങളുടെ ദയനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി അന്താരാഷ്ട്ര സമൂഹം ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് Fabio Forgione പറയുന്നത്. As MSF, particularly in the Middle East, which has been engulfed by war for the last few years, we do rely only on private donations, on private funds, which means that in order really to preserve our financial independence, we do not accept funds coming from governments, public institutions, but only from private donors. Because we believe that this is very important to allow us to conduct independent assessments, to have our own identification of the needs, and to respond accordingly. Therefore, in Iraq as well as in other countries in the Middle East where we work, namely Palestine, Syria, Yemen, we do not accept funds from public governments. 30 ലക്ഷം പേർ ഇറാഖിൽ നിന്നും അഭയാർത്ഥികളായി മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ടെന്നും 80 ലക്ഷത്തിലേറെ പേർക്ക് ഇവിടെ ദുരിതാശ്വാസ സഹായം ആവശ്യമായിട്ടുണ്ടെന്നും Fabio Forgione അറിയിച്ചു. Today the level of humanitarian assistance is definitely insufficient to cover even the most basic needs of the Iraqi population and of the 3 million which have been displaced by the current war. We do see military operations continuing in the country with consequent destructions of the infrastructures, of the medical facilities, of hospitals. And this should definitely needs to be addressed from the humanitarian perspective as well. It's very important to have a broader engagements from international communities, from international donors, to make sure that people can be assisted properly, particularly those who have been displaced since 2 years, but also those who are trying to return to areas which were previously in control by ISIS and now have been retaken by the Iraqi forces. Because those are areas where, as I was saying before, the medical infrastructures have been partially or totally damaged, and it's very important therefore the contributions that as international community we need to provide to make sure that the basic needs are addressed. നമ്മൾ സുഖമായി ഉണ്ണുന്നു, സമാധാനപരമായി ഉറങ്ങുന്നു, കുടുംബങ്ങളുമൊത്ത് സന്തോഷകരമായി ജീവിക്കുന്നു. അതേസമയം ഇതാ ഒരു കാലത്ത് സമ്പന്നമായിരുന്ന ഇറാഖിലെ ജനത വേണ്ടത്ര ചികിത്സ കിട്ടാതെ മരുന്നുകളില്ലാതെ വലയുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ സഹായഹസ്തം നീട്ടുന്നു. ഇവർക്കാണ് മെഡിസിൻ സയൻസ് ഫ്രോണ്ടിയേഴ്സ് സഹായവുമായി എത്തുന്നത്. ശ്ലാഘനീയമായ കാര്യം, അനുകരണീയമായ മാതൃക. ഫാബിയോ ഫോർജിയോണും മെഡിസിൻ സയൻസ് ഫ്രോണ്ടിയേഴ്സിനും അനുമോദനങ്ങൾ നേരാം. നമുക്കും ആ പ്രവർത്തനങ്ങളിൽ അണിചേരാം. ഫാബിയോ ഫോർജിയോൺ പറയുന്നത് ഏറെ പ്രസക്തമായ കാര്യങ്ങളാണ്. അഭയാർത്ഥികളുടെ ദുരിതങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മനുഷ്യ മനസ്സാക്ഷി ഉണരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗൾഫ് പനോരമയുടെ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക. കൂടുതൽ വാർത്തകളും കാഴ്ചകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.